മോളെ ട്യൂഷന് പോകാൻ സമയമായി, വേഗം വാ. നോക്കിക്കേറട്ടാ. ഹലോ ചേച്ചി, എവിടെയാ? ആ ചേട്ടാ, ചേച്ചി കുളിച്ചേമ്പോ ഒന്ന് വിളിക്കാൻ പറയോ? ഞാൻ 2 ദിവസമായി വിളിക്കണം, കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒന്ന് വിളിക്കാൻ പറയണേ. എന്തിനാടി എന്നെ കൊണ്ട് കളവുറപ്പിച്ചത്? നീ കുളിക്കണമെന്നല്ല. എനിക്കിപ്പോ അവളോട് സംസാരിക്കാൻ താല്പര്യവും ഇല്ല, സമയവും ഇല്ല. എനിക്കിവിടെ 100,000 പണികളുണ്ട്. ഈ ഫോൺ നോക്കലാണോ നിനക്ക് സമയമില്ലാത്തത്? എടി, കെട്ടിച്ചു വിട്ടെന്ന് പറഞ്ഞാൽ വീട്ടുകാരെ നോക്കാണ്ടിരിക്കരുതടി. അവരെ അനിയത്തി എന്തോരം 3-4 ദിവസമില്ല അനിയത്തി നിന്നെ വിളിക്കണം. ഒരു മര്യാദ ഇല്ലടി നിനക്ക്. അമ്മേ, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചിക്ക് നമ്മളോടൊരു ഇഷ്ടവും ഇല്ലല്ലോ. ഞാൻ എത്ര വട്ടമാണ് ചേച്ചിനെ വിളിക്കണ. ചേച്ചിക്ക് എന്താ നമ്മളെ ഇഷ്ടമില്ലേ? എന്താണ് ചേച്ചി ഇങ്ങനെ ആയിപ്പോയത്? അമ്മേ, എന്നോട് ചേച്ചിക്ക് ഒരു ഇഷ്ടവും ഇല്ല. മോളെ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാ പെൺപിള്ളേർ അങ്ങനെയാണ്. അവിടെ ഭയങ്കര തിരക്ക് കാര്യം എന്നൊക്കെ പറയാം. അമ്മേനെ അച്ഛനെയൊക്കെ മറക്കും. അമ്മേ, ഞാൻ ചേച്ചിനെ പോലെ ആവൂല അമ്മേ. ഞാൻ അമ്മേനെ അച്ഛനെ പൊന്നുപോലെ തന്നെ നോക്കും. അവിടുത്തെ അമ്മേനെ അച്ഛനെ ഞാൻ പൊന്നുപോലെ തന്നെ നോക്കും. എന്നെ കെട്ടിച്ചു വിടാന്ന് മാത്രമല്ല നിങ്ങൾ ചെയ്യണത്. അതോടെ എന്റെ അമ്മ അച്ഛൻ നിങ്ങൾ ആവാതാവൂലല്ലോ. ഞാൻ എപ്പോഴും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. നമസ്കാരം, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സോനാക്ഷി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മെസ്സേജ് വന്നിട്ട് ഒരു അടിപൊളി മെസ്സേജ് തന്നെയാണ്. ഇന്നത്തെ വീഡിയോയുടെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. പെൺമക്കളെ എല്ലാവരും കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പെൺമക്കൾ സ്വന്തം അച്ഛനമ്മേനെ മറക്കാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ ഭർത്താക്കന്മാരുടെ വീട്ടിൽ സൗഹൃദം പ്രാപിച്ച് സ്വന്തം അച്ഛനമ്മേനെ മറക്കാണ്. അനിയത്തിമാരെ മറക്കുന്നു. അവരുടെ സ്നേഹബന്ധം എല്ലാം വിട്ടുവരികയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്താണ്, നമ്മുടെ അച്ഛനമ്മനെ സ്നേഹിക്കാനും അവരെ സംരക്ഷിക്കാനും നമുക്കൊരു മനസ്സുണ്ടാവണം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലായ സോനാക്ഷി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യണം. അത്രേ ഉള്ളൂ. ബൈ.